നമസ്കാരം. 2026 ഏപ്രിൽ മാസം പിറന്നിരിക്കുകയാണ്. ഭാരതീയ ജ്യോതിഷപ്രകാരം വളരെ നിർണായകമായ ഒരു മാസമാണിത്. മീനമാസത്തിന്റെ പകുതിയും മേടമാസത്തിന്റെ തുടക്കവും ഈ ഏപ്രിലിൽ വരുന്നു. പ്രകൃതി കണികണ്ടുണരുന്ന വിഷുവും ഈ മാസത്തിലാണ്. ഏപ്രിൽ 1 പൗർണമിയും 16 അമാവാസിയും വരുന്നു. ഏപ്രിൽ 18 വൈശാഖമാസം ആരംഭിക്കും. ഈ മാസത്തെ ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. ഏപ്രിൽ 14 വരെ സൂര്യൻ മീനം രാശിയിലാണ്. 14 സൂര്യൻ തന്റെ ഉച്ചരാശിയായ മേടത്തിലേക്ക് പ്രവേശിക്കുന്നു. ഇത് ഭരണരംഗത്തും വ്യക്തിജീവിതത്തിലും വലിയ ഊർജ്ജമാറ്റം ഉണ്ടാക്കും. മറ്റൊന്ന് ശനിയുടെ അവസ്ഥയാണ്. ഏപ്രിൽ 10 വരെ ശനി മൗഢ്യത്തിലാണ്. 10-ാം തീയതിയോടെ ശനി മൗഢ്യം തീരുന്നത് തൊഴിൽ മേഖലയിൽ മരവിപ്പ് അനുഭവിച്ചിരുന്നവർക്ക് വലിയ ആശ്വാസമാകും. ബുധന്റെ നീചസ്ഥിതി ആശയവിനിമയങ്ങളിൽ ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയേക്കാം. വ്യാഴം മിഥുനം രാശിയിൽ പുണർദത്തിൽ തുടരുന്നു. രാഹുവും കേതുവും യഥാക്രമം കുംഭം, ചിങ്ങം രാശികളിലാണ്. രാഹു ചതയത്തിലാണ്. കേതു ഏപ്രിൽ 20 പൂരത്തിൽ നിന്നും മകത്തിലേക്ക് നിഷ്ക്രമിക്കും. വിശാഖം നക്ഷത്രം തുലാം രാശിയിലും വൃശ്ചികം രാശിയിലുമായിട്ടാണ് വിശാഖം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തെ ഗ്രഹമാറ്റങ്ങൾ വിശാഖം നക്ഷത്രക്കാരെ 2 വ്യത്യസ്ത രീതികളിലാണ് ബാധിക്കുന്നത്. തുലാക്കൂറുകാർക്ക് ചില മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുമ്പോൾ വൃശ്ചികക്കൂറുകാർക്ക് പക്വതയോടെയുള്ള നീക്കങ്ങൾ ആവശ്യമാണ്. നമുക്ക് വിശാഖം നക്ഷത്രത്തിന്റെ 2 ഭാഗങ്ങളെയും കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. ആദ്യമായി തുലാക്കൂറിൽ വരുന്ന വിശാഖം നക്ഷത്രക്കാരെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് ഈ മാസം വലിയ നേട്ടങ്ങളുടെയും അംഗീകാരങ്ങളുടെയും കാലമാണ്. നിങ്ങൾ വിശ്വസിക്കുന്ന ആദർശങ്ങൾക്കായി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിന്റെ ഫലമായി നിങ്ങൾ പ്രവർത്തിക്കുന്ന സംഘടനകളിൽ പുതിയ പദവികൾ നിങ്ങളെ തേടിയെത്തും. ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. ഇന്റർവ്യൂകളിൽ മികച്ച രീതിയിൽ തിളങ്ങാനും പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ പുതിയ ജോലി കരസ്ഥമാക്കാനും നിങ്ങൾക്ക് സാധിക്കും. മറ്റൊരു വലിയ പ്രത്യേകത, വിഭിന്ന സ്ഥലങ്ങളിൽ ജോലി ചെയ്തിരുന്ന ദമ്പതികൾക്ക് ഒരിടത്തേക്ക് ജോലിമാറ്റം ലഭിക്കാൻ ഈ മാസം സാഹചര്യം ഒരുങ്ങും എന്നതാണ്. സാമ്പത്തികമായി വലിയൊരു ഭാരം ഒഴിഞ്ഞുമാറും. പ്രത്യേകിച്ച് വാഹനം വാങ്ങിയതിന്റെ ലോൺ തിരിച്ചടവ് ഈ മാസം പൂർത്തിയാക്കാൻ സാധിക്കുന്നത് വലിയൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം നിങ്ങൾക്ക് നൽകും. ഇനി വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖ നക്ഷത്രക്കാരിലേക്ക് വരാം. നിങ്ങൾക്ക് നേട്ടങ്ങൾക്കൊപ്പം തന്നെ ചില കരുതലുകളും ആവശ്യമായ മാസമാണിത്. ഭൂമിയിൽ നിന്നും കൃഷിയിൽ നിന്നും ആദായം വന്നെത്തുന്നതാണ്. വസ്തുവകകളുടെ ക്രയവിക്രയങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ലാഭം കുറയില്ല എന്നത് വലിയൊരു ആശ്വാസമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം. പ്രത്യേകിച്ച് മകന്റെ വിദേശ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ സംഭവിക്കാനിടയുണ്ട്. വിദേശയാത്രകൾക്കായി പ്ലാൻ ചെയ്തിട്ടുള്ളവർ അത് മാസാവസാനത്തേക്ക് മാറ്റിവെക്കുന്നതാവും ഉചിതം. കൂടാതെ നിങ്ങളുടെ വളർച്ചയിൽ അസൂയയുള്ള ചിലരുടെ ഉപജാപങ്ങൾ അഥവാ അനാവശ്യ സംസാരങ്ങൾ മനക്ലേശത്തിന് കാരണമായേക്കാം. ഇത്തരം നെഗറ്റീവ് കാര്യങ്ങളെ അവഗണിക്കാൻ പഠിക്കുക എന്നതാണ് ഈ മാസം നിങ്ങൾക്കുള്ള പോംവഴി. 2 കൂറുകാർക്കും പൊതുവായി ഈ മാസം സാമ്പത്തിക സംതൃപ്തി നൽകുന്ന ഒന്നാണ്. കടബാധ്യതകൾ കുറയുന്നതും വരുമാനം വർദ്ധിക്കുന്നതും ആത്മവിശ്വാസം നൽകും. ആരോഗ്യകാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഈ മാസം പ്രതീക്ഷിക്കേണ്ടതില്ല. വിദേശയാത്രകൾക്ക് തടസ്സങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും അത് താൽക്കാലികം മാത്രമാണ്. കുടുംബത്തിൽ സമാധാനം നിലനിർത്താൻ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് നന്നായിരിക്കും. ചുരുക്കത്തിൽ വിശാഖം നക്ഷത്രക്കാർക്ക് സാമ്പത്തികമായും ഔദ്യോഗികമായും നല്ലൊരു മാസമാണ് 2026 ഏപ്രിൽ. ദോഷങ്ങൾ അകറ്റാൻ വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ ഭജിക്കുന്നത് ഉത്തമമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ക്ഷേത്രത്തിൽ വെണ്ണ വഴിപാടായി നൽകുകയോ ചെയ്യുക. വൃശ്ചികക്കൂറുകാർ പ്രത്യേകിച്ചും ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം നടത്തുന്നത് മനക്ലേശം കുറയ്ക്കാൻ സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശനിയുടെ ആധിപത്യമുള്ള വൃശ്ചികക്കൂറിൽ വരുന്ന അനിഴം നക്ഷത്രക്കാർക്ക് 2026 ഏപ്രിൽ മാസം ഗ്രഹനിലയിൽ വളരെ അനുകൂലമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. പ്രധാനമായും 10-ാം ഭാവാധിപനായ ആദിത്യൻ ഉച്ചസ്ഥിതിയിലേക്ക് വരുന്നത് നിങ്ങളുടെ കർമ്മരംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കും. മാസത്തിന്റെ 2-ാം പകുതിയിൽ നേട്ടങ്ങൾ വർദ്ധിക്കുന്ന ഈ കാലയളവിനെ കുറിച്ച് നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം. അനിഴ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം ആദിത്യൻ നിങ്ങളുടെ 5-6 ഭാവങ്ങളിലായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഇതിൽ മാസത്തിന്റെ 2-ാം പകുതിക്കായിരിക്കും കൂടുതൽ മിഴിവ്. നിങ്ങളുടെ 10-ാം ഭാവാധിപൻ അതായത് കർമ്മസ്ഥാനാധിപൻ ഉച്ചസ്ഥിതിയിൽ വരുന്നതുകൊണ്ട്
ജോലി സംബന്ധമായി ഉണ്ടായിരുന്ന എല്ലാ പ്രയാസങ്ങളും ഈ മാസം ലഘൂകരിക്കപ്പെടും. നിലവിൽ ജോലി ചെയ്യുന്നവർക്ക് സ്ഥാപനത്തിൽ പദവി ഉയരാനും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കാനും സാഹചര്യമൊരുങ്ങും. അധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പൂർണ്ണ പിന്തുണ നിങ്ങൾക്ക് ഈ മാസം ലഭിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. നിങ്ങളുടെ അധ്വാനത്തിന് അർഹമായ അംഗീകാരം ഈ മാസം നിങ്ങളെ തേടിയെത്തും. ജോലി അന്വേഷിക്കുന്ന അനിഴ നക്ഷത്രക്കാർക്ക് മാസത്തിന്റെ രണ്ടാം പകുതിയിൽ മികച്ച അവസരങ്ങൾ വന്നെത്തും. ഇന്റർവ്യൂകളിൽ ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നവർക്ക് അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് സഹായം കൈവരുന്നതാണ്. കടബാധ്യതകൾ ഉള്ളവർക്ക് അത് കുറേശ്ശെയായി വീട്ടാൻ ഈ മാസം സാധിക്കും എന്നത് വലിയൊരു ആശ്വാസമാണ്. സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുന്നതിലൂടെ ഭാവിയിലേക്കുള്ള അടിത്തറ ഭദ്രമാക്കാൻ നിങ്ങൾക്ക് കഴിയും. പുതിയ ബിസിനസ് പ്ലാനുകൾക്കായി വായ്പകൾക്ക് ശ്രമിക്കുന്നവർക്കും ഈ മാസം അനുകൂലമായ മറുപടികൾ ലഭിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന മാസമാണിത്. ആദിത്യന്റെ ബലം നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യബോധം നൽകും. മത്സര പരീക്ഷകളിൽ വിജയിക്കാനും ഉപരിപഠനത്തിന് അർഹത നേടാനും അനിഴ നക്ഷത്രക്കാർക്ക് സാധിക്കും. വിദേശയാത്രകൾക്കായി പ്ലാൻ ചെയ്തിട്ടുള്ളവർക്ക് ചിലപ്പോൾ നടപടിക്രമങ്ങളിൽ അല്പം താമസം നേരിട്ടേക്കാം. യാത്രകൾ അല്പം നീണ്ടുപോയേക്കാമെങ്കിലും അത് മുടങ്ങില്ല എന്നത് ശ്രദ്ധേയമാണ്. ക്ഷമയോടെ കാത്തിരുന്നാൽ ആഗ്രഹം സഫലമാകും. പഠനത്തിനോടൊപ്പം തന്നെ കലാകായിക രംഗങ്ങളിലും നിങ്ങൾക്ക് തിളങ്ങാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ വലിയ സന്തോഷം ഈ മാസം പ്രതീക്ഷിക്കാം. ഏറെ നാളായി നിലനിന്നിരുന്ന അനൈക്യങ്ങളും പിണക്കങ്ങളും ഈ മാസം അവസാനിക്കും. കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യവും സ്നേഹവും വർദ്ധിക്കും. ഉത്സവ നടത്തിപ്പുകളിലോ പൊതുപരിപാടികളിലോ സജീവമായി ഇടപെടാനും അവിടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രശംസിക്കപ്പെടാനും സാധ്യതയുണ്ട്. പ്രണയബന്ധങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം വളരെ സന്തോഷകരമാണ്. നിങ്ങളുടെ പ്രണയാഭ്യർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ ഈ സമയം അനുകൂലമാണ്. വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനും അനുയോജ്യമായ പങ്കാളിയെ കണ്ടെത്താനും അനിഴ നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിലിൽ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ അനിഴ നക്ഷത്രക്കാർ അല്പം ശ്രദ്ധ പുലർത്തണം. ജോലി സംബന്ധമായ തിരക്കുകളും കൃത്യന്തരങ്ങളും നിങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ശരിയായ വിശ്രമവും ഭക്ഷണക്രമവും പാലിക്കുക. മാനസികമായ സമ്മർദ്ദം കുറയ്ക്കാൻ പ്രാർത്ഥനകൾക്കും വിനോദങ്ങൾക്കും സമയം കണ്ടെത്തുക. അമിതമായ ജോലിഭാരം ഏറ്റെടുക്കുന്നത് ഒഴിവാക്കി കാര്യങ്ങൾ മുൻഗണനാക്രമത്തിൽ ചെയ്യാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. ശാരീരികമായ ചെറിയ അസ്വസ്ഥതകൾ കണ്ടാൽ ഉടൻ ചികിത്സ തേടാൻ മടിക്കരുത്. അനിഴ നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് മികച്ച വിജയങ്ങളും വ്യക്തിജീവിതത്തിൽ സമാധാനവും ലഭിക്കുന്ന മാസമാണ് 2026 ഏപ്രിൽ. ദോഷങ്ങൾ അകറ്റാൻ ശനിയാഴ്ചകളിൽ ശാസ്താവിനെ ഭജിക്കുന്നത് ഉത്തമമാണ്. ശാസ്താവിന് നീരാഞ്ജനം തെളിയിക്കുകയോ എള്ളുപായസം വഴിപാടായി സമർപ്പിക്കുകയോ ചെയ്യുക. കൂടാതെ ആദിത്യനെ ഭജിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ബുധന്റെ ആധിപത്യമുള്ള വൃശ്ചികക്കൂറിൽ വരുന്ന തൃക്കേട്ട നക്ഷത്രക്കാർ ജ്യേഷ്ഠ നക്ഷത്രം എന്നറിയപ്പെടുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം ഗ്രഹനിലയിൽ അതീവ അനുകൂലമായ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. പലപ്പോഴും തടസ്സങ്ങൾ അനുഭവിച്ചിരുന്നവർക്ക് ഈ ഏപ്രിൽ മാസം സുവർണാവസരങ്ങളുടെ വാതിൽ തുറക്കും. നിങ്ങൾ ഏറെ നാളായി സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ പ്രാവർത്തികമാക്കാൻ പറ്റിയ സമയമാണിത്. തൃക്കേട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം അനുകൂലമായ സാഹചര്യങ്ങളാണ് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോ പ്രയത്നവും സഫലമാവുന്നതാണ്. കുറെ നാളായി നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന പല കാര്യങ്ങളും, അത് വീട് പണിയായാലും പുതിയ സംരംഭമായാലും ഈ മാസം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ കഴിവുകൾക്കും അർഹതയ്ക്കും ഒത്ത അവസരങ്ങൾ ഈ മാസം നിങ്ങളെ തേടിയെത്തും. ഉദ്യോഗസ്ഥരായ തൃക്കേട്ടക്കാർക്ക് തൊഴിലിടങ്ങളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും വലിയ പിന്തുണ പ്രതീക്ഷിക്കാം. ജോലിഭാരം കുറയുകയും മാനസികമായ സമാധാനം തിരികെ കിട്ടുകയും ചെയ്യുന്ന സമയമാണിത്. ജോലി അന്വേഷിക്കുന്ന തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഈ മാസം വലിയ വിജയങ്ങൾ സ്വന്തമാക്കാം. പ്രത്യേകിച്ച് അഭിമുഖങ്ങളിൽ അഥവാ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർക്ക് നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ കൃത്യമായ ഫലം നൽകും. ആത്മവിശ്വാസത്തോടെയും വ്യക്തതയോടെയും സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. സാമ്പത്തിക രംഗത്ത് നിലനിന്നിരുന്ന പിരിമുറുക്കത്തിന് ഈ മാസം വലിയ അയവുണ്ടാകും. അപ്രതീക്ഷിത സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തുവരും. ഗൃഹനിർമ്മാണത്തിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടിരുന്നുവെങ്കിൽ അവ നീങ്ങുകയും നിർമ്മാണം വേഗത്തിലാവുകയും ചെയ്യും.
വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏപ്രിൽ മാസം പഠനത്തിൽ ഉന്നതമായ പുരോഗതിയുടെ കാലമാണ്. ബുദ്ധിശക്തിയും ഏകാഗ്രതയും വർദ്ധിക്കുന്നതുകൊണ്ട് പ്രയാസമേറിയ വിഷയങ്ങൾ പോലും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും. ഉന്നത പഠനത്തിനോ വിദേശ പഠനത്തിനോ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ മറുപടികൾ ലഭിക്കും. നിങ്ങളുടെ അക്കാദമിക് മികവിന് ഈ മാസം അംഗീകാരം ലഭിക്കാൻ സാധ്യതയുണ്ട്. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പിന്തുണ നിങ്ങൾക്ക് വലിയ കരുത്ത് നൽകും. കുടുംബജീവിതം വളരെ സന്തോഷകരമായി മുന്നോട്ടു പോകും. പ്രണയിതാക്കൾക്ക് ഈ മാസം ആഹ്ലാദകരമായ നിരവധി സന്ദർഭങ്ങൾ വന്നെത്തും. പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് നീങ്ങുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഈ മാസം നടന്നേക്കാം. പങ്കാളിയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാകും. മാതാപിതാക്കളുമായി, പ്രത്യേകിച്ച് പിതാവുമായി നല്ല ബന്ധം പുലർത്താൻ നിങ്ങൾക്ക് സാധിക്കും. പിതാവിന്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നത് നിങ്ങളുടെ പല പ്രതിസന്ധികളെയും മറികടക്കാൻ സഹായിക്കും. കുടുംബാംഗങ്ങളോടൊപ്പം യാത്രകൾ പോകാനും സന്തോഷകരമായ നിമിഷങ്ങൾ പങ്കിടാനും ഈ ഏപ്രിൽ മാസം അവസരം നൽകും. എല്ലാം അനുകൂലമാണെങ്കിലും ഇടയ്ക്കിടെ ചെറിയ മനക്ലേശമോ അല്ലെങ്കിൽ ജോലിയോടുള്ള താല്പര്യക്കുറവോ തലപൊക്കാൻ സാധ്യതയുണ്ട്. ചെറിയൊരു വിരക്തി തോന്നുന്ന ഈ സാഹചര്യത്തെ നിങ്ങൾ കരുതിയിരിക്കണം. ഇത്തരം തോന്നലുകൾ വരുമ്പോൾ മുതിർന്നവരുടെയോ പിതാവിന്റെയോ ഉപദേശങ്ങൾ തേടുന്നത് ഗുണം ചെയ്യും. ആത്മവിശ്വാസം കൈവിടാതെ ഓരോ കാര്യത്തിലും സജീവമായി ഇടപെടാൻ ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ ഈ മാസം പ്രതീക്ഷിക്കേണ്ടതില്ല. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന സുവർണ മാസമാണ് 2026 ഏപ്രിൽ. ദോഷങ്ങൾ അകറ്റാൻ ബുധനാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ ഭഗവാന് പായസം വഴിപാടായി നൽകുകയോ ചെയ്യുക. കൂടാതെ ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നത് തടസ്സങ്ങൾ നീക്കാൻ സഹായിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ.